ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ തേങ്ങ അരച്ച വേളാപ്പാര മീൻ കറി തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമേ മീൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം 5 ചെറിയുള്ളി ചതച്ചത് ചേർക്കാം. ഒന്നിളക്കി ചെറുതായി വാടി വരുമ്പോൾ 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം. ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് വഴറ്റാം. തക്കാളി ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. ഈ സമയം 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. തേങ്ങയിലെ വെള്ളമൊന്ന് മാറിയാൽ മതി. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ശേഷം 1 തണ്ട് കറിവേപ്പിലയും 5 ചെറിയുള്ളി ചതച്ചതും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം 4 എരിവില്ലാത്ത പച്ചമുളക് നെടുക്കെ കീറിയത് കൂടി ചേർക്കാം. ഒന്ന് വാടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുവാനായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം അരച്ച തേങ്ങ അരപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം മീൻ മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളം കൂടി ചേർക്കാം. ഇനി 3 പീസ് മീൻ പുളി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും ചേർത്ത് ഇളക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ 1/2 കിലോ വെള്ളാപ്പാര വൃത്തിയാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുകയേ ചെയ്യരുത്. ശേഷം മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ മൂടി തുറന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് വറ്റി വരണം. വീണ്ടും അതിനായി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് മൂടി വയ്ക്കാം. ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. വളരെ രുചികരമായി കുറുകിയതുമായ വെള്ളാപ്പാര മീൻകറി തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.